ഒരു കാലത്ത് കേരളത്തിൽ പേടിപ്പെടുത്തിയ പേര് ഒടിയൻ. പലരുടെയും പേടി സ്വപ്നം രാത്രി സഞ്ചാരി. അതെ, ഒടിയൻ. അർദ്ധസത്യങ്ങളും ഭാവനയും ചേർത്ത് പൊലിപ്പിച്ച് വാമൊഴിയായി ഒടിയൻ കഥകൾ കാലങ്ങളായി പ്രചരിക്കുന്നു. ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഒടിയനുള്ളത്. പക്ഷേ മറ്റ് രാജ്യങ്ങളുള്ളവയുടെ പേര് ഒടിയനെന്നായിരിക്കില്ല. എന്നാൽ ഒടിയനോട് സാമ്യമുള്ളവ പല രൂപത്തിൽ, പല ഭാവത്തിൽ. പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണം മുളങ്കമ്പ് കൊണ്ട് കുത്തിയെടുത്ത് അതുപയോഗിച്ച് നിഗൂഢ കർമ്മങ്ങളിലൂടെയാണ് ഒടിവിദ്യക്കാവശ്യമായ മഷി കിട്ടുകയത്രേ. ഒരു ഭ്രൂണത്തിൽ നിന്ന് കൺമഷി ചെപ്പിൽ ഒളിപ്പിക്കാനാവുന്ന മഷിയാണത്രേ ലഭിക്കുന്നത്. നല്ല കായിക ശേഷി, ഇരുട്ടിലെ കാഴ്ച, ഏത് രൂപവും സ്വീകരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഈ മാന്ത്രിക വിദ്യയിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം. ആളുകളിൽ നിന്ന് പണം വാങ്ങി അവരുടെ ശത്രുക്കളെ ഒടിമറഞ്ഞ് അപകടപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഒടിവിദ്യയിലൂടെ കൈക്കൊള്ളുന്ന മൃഗരൂപത്തിന് പൂർണ്ണതയുണ്ടാവില്ലത്രേ. ഉദാഹരണത്തിന്, ഒരു നായയായി രൂപം മാറുമ്പോൾ ഒരു ചെവി മുറിഞ്ഞതാവും, പശുവാകുമ്പോൾ വാലില്ലായിരിക്കും, അങ്ങനെ പോകുന്നു. ഇനി ചെന്നായി രൂപം സ്വീകരിച്ച യൂറോപ്യൻ ഒടിയനെ പറ്റി പറയാം. പകൽ വെളിച്ചത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യാസമൊന്നും തോന്നില്ല. എന്നാൽ പൂർണ്ണ ചന്ദ്രപ്രഭയിൽ ചെന്നായി രൂപം സ്വീകരിച്ച് ഇര തേടാനിറങ്ങുന്ന മനുഷ്യൻ. നൂറ്റാണ്ടുകളായി നാടോടി കഥകളിലൂടെ നിലനിൽക്കുന്ന കഥാപാത്രമാണിത്. AD 1101 യുക്രൈനിലെ ഭരണാധികാരി ഒരു ചെന്നായി മനുഷ്യനായി മാറി എന്ന കഥയിൽ ആരംഭിക്കുന്നു മനുഷ്യ ചെന്നായകളുടെ കഥകൾ. ചെന്നായകളുടെയോ ചെന്നായ മനുഷ്യരുടെയോ ആക്രമണം ഏൽക്കുന്നവർ അടുത്ത പൗർണമിയോടെ ചെന്നായ മനുഷ്യനായി മാറുമെന്നും ഈ കഥകൾ പറയുന്നു. ചെന്നായി മനുഷ്യനെ പറ്റി ഭീതി പടർന്നതോടെ AD 1500 ചെന്നായി മനുഷ്യനെന്ന് ആരോപിച്ച് നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നത്രേ. ഏത് ജീവിയായും രൂപം മാറി ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്ന മിസോ അമേരിക്കൻ ഐതിഹ്യ കഥാപാത്രമാണ് നാഗ്വാൽ. ഒരു പ്രത്യേക ദിവസത്തിൽ ജനിച്ച വ്യക്തിക്ക് ആയിരിക്കുമത്രേ നാഗ്വാലായി മാറാൻ സാധിക്കുന്നത്. രാത്രിയിൽ ഇവർ മൃഗമായി മാറും. സാധാരണയായി നായ, മൂങ്ങ, വവ്വാൽ തുടങ്ങിയവയായി രൂപം മാറാനും ശത്രുക്കളെ നശിപ്പിക്കാനും ഇവർക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എത്യോപ്യയിലും സുഡാനിലും ടാൻസാനിയയിലുമുള്ള ഒരു ഒടിയൻ രൂപമാണ് ബുഡ. കഴുതപ്പുലിയുടെ രൂപത്തിലെത്തി ഉപദ്രവിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇവയെല്ലാം കേരളത്തിലെ ഒടിയനെ പോലെ തന്നെ സാമ്യമുള്ളവയാണ്. ഒരു കാലത്ത് ആളുകളുടെ പേടി സ്വപ്നം.